ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് വേണ്ടി സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഒരു ടെമ്പോ വരാൻ വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ചായ കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ പുട്ടും പഴമായിരുന്നു കേട്ടോ ചായക്ക്. ഷോക്കേസ് എത്ര വൃത്തിയാക്കിയാലും അതിൻ്റെ ഉള്ളിൽ എപ്പോഴും പൊടി തന്നെയായിരിക്കും. ഇപ്പോൾ ഇന്നിപ്പോൾ വൃത്തിയാക്കിയാലും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് തുടച്ച് അവിടെയൊക്കെ ഒന്ന് ചില്ലിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ മോഡൽ ഷോക്കേസ് എവിടെ ഇല്ലയെന്ന് തോന്നുന്നു എനിക്ക്. കാരണം എന്താ വെച്ചാൽ ഇതൊരു പണ്ടത്തെ മോഡൽ ഷോക്കേസാണ്. അന്ന് നമ്മൾ ആ കുടിയാകുന്ന സമയത്തൊക്കെ ഈ ടൈപ്പ് ഷോക്കേസ് ആയിരുന്നു തോന്നുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പണി കാണിക്കുമ്പോൾ ഇവൻ കാണിക്കുന്ന പണിയുണ്ടോ. അപ്പം അവനെടുത്ത് താഴെ കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങേണ്ട മരുന്നുണ്ട് കേട്ടോ. ഈ രണ്ടാളുണ്ടാകുമ്പോൾ എന്തായാലും അത്യാവശ്യം വേണ്ട പനിയുടെ മരുന്ന്, ഈ നമ്മുടെ ജലദോഷത്തിന് മൂക്കടപ്പിനുള്ള ആ മൂക്കിലൊറ്റിക്കുന്ന ഡ്രോപ്സ്, പിന്നെ നമ്മളിവിടെ കോടാലി തൈലം എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ എന്താ പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഈ കോടാലി തൈലം നമ്മളിങ്ങനെ പല്ലുവേദനയൊക്കെ വരുമ്പോൾ എടുത്ത് വെക്കലുണ്ട്, പിന്നെ തലവേദന വരുമ്പോൾ വെക്കലുണ്ട്. അപ്പോൾ ഇത് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാവിധ മരുന്നുകളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈവൻ ഈ ഫോട്ടോയൊക്കെ എടുത്ത് ഇതിനകത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ചങ്ങോട്ട് നീക്കി വെച്ചു. അപ്പോൾ എന്നെ പണിയെടുക്കാൻ വിടുന്ന ലക്ഷണമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈ കൂടെ കൂട്ടി ഓരോന്ന് ചെയ്യിപ്പിക്കുക എന്നല്ലാണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല. ഇങ്ങനെ ചെറിയ പിള്ളേരുടെ വീട്ടിലെ അവസ്ഥ അങ്ങനത്തെ അമ്മമാർക്ക് അറിയുമായിരിക്കും. അപ്പം ഞാനിവനിങ്ങനെ ആ ഫോട്ടോയൊക്കെ പിന്നെ ചില്ലൊന്നും അല്ല, അതുകൊണ്ട് പൊട്ടില്ല. അതുകൊണ്ട് ഞാനിവന് കളിക്കാൻ കൊടുത്തിട്ട് ഞാൻ പിന്നെ എൻ്റെ പണികൾ തുടങ്ങി. അപ്പം ഇന്ന് വൈകുന്നേരം ഒരു കുടികൂടലുണ്ട്, ഒരു കല്യാണമുണ്ട്, നാളെ ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് വൈകുന്നേരത്തേക്ക് ഫുഡൊന്നും ആക്കണ്ട. പിന്നെ ഉച്ചയ്ക്ക് ഗിരീഷേട്ടന് വേറെ ഇവിടുന്ന് ഫുഡ് അടിയന്തരം മറ്റുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ പോയിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ പിന്നെ നമുക്കുള്ള ഫുഡേ വേണ്ടു. അപ്പോൾ ചോറ് ഇന്നലത്തെ കുറച്ച് ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ പണിയൊക്കെ എടുത്ത് തീർക്കാമെന്ന്. എല്ലാം കൂടി ആക്കേണ്ട ദിവസം ഇതെല്ലാം കൂടി നടക്കില്ല. അപ്പോൾ പിന്നെ ഇവനാണെങ്കിൽ പകൽ ഉറക്കം എന്ന് പറയുന്ന സാധനമില്ല. അപ്പം ഇത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എടുത്ത ഫോട്ടോ കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോസ് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഭയങ്കര പൊടിയാട്ടോ. എങ്ങനെ ഇവിടുന്ന് ഇത്ര പൊടി വരുന്നതെന്ന് എനിക്കറിയില്ല. ദിവസവും അടിക്കാറുണ്ട്, തുടയ്ക്കാറുണ്ട്, പക്ഷേ നല്ല പൊടിയാണ്, ഭയങ്കര പൊടിയാണ് കേട്ടോ. ഞാൻ ഈ ഫോട്ടോയൊക്കെ തുടച്ച് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ചില്ലായതുകൊണ്ടല്ലോ ഭയങ്കര സൂക്ഷിച്ച് വെക്കണം. എന്ന് വെച്ചാൽ കൈക്ക് എവിടെയും കൊണ്ടാൽ നല്ല മുറിവാകും. പിന്നെ അപ്പം ഞാനിതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. മരുന്നൊക്കെ താഴെ വെച്ചു ഒരു സൈഡിൽ. എന്ന് വെച്ചാൽ ആ മരുന്ന് എന്തായാലും അത്യാവശ്യമുള്ള മരുന്നാണ്, അപ്പോൾ നമുക്കടുത്ത് മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ചില്ലിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ കുഞ്ഞിനൊന്ന് വേഗം കൈയെത്തുന്ന ദൂരത്ത് എത്തൂലല്ലോ. അപ്പോൾ ഇത് അത്യാവശ്യം വേണ്ടതാണ് കേട്ടോ. കേബിളിൻ്റെ കാർഡ്, മറ്റേ ഹരിതകർമ്മസേനയുടെ അവരെ ഇത്, പിന്നെ അതുപോലെ ഗ്യാസിൻ്റെ ഇത്, ബുക്ക്, അങ്ങനെ അത്യാവശ്യം വേണ്ട നമുക്ക് ഒരു കുറിയുണ്ട് പോസ്റ്റ് ഓഫീസിൻ്റെ. അപ്പോൾ അതിൻ്റെയൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ അടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അടിച്ചു വാരിയാൽ ഈ ചൂല് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പം മിഞ്ഞാന്ന് എടുത്തിട്ട് വന്ന് ചൂല കേട്ടോ. അമ്മ അവിടെ എപ്പോഴും ചൂലാക്കി വെക്കും. ഞാൻ അവിടെ നിന്ന് ഓരോന്നിങ്ങനെ എൻ്റെ ചൂല് വേഗം തീരും. കാരണം വെച്ചാൽ ഇങ്ങനെ എനിക്കിങ്ങനെ മെല്ലെ അടിക്കാൻ അറിയില്ല, നല്ല അമർത്തി അടിക്കണം. അതുകൊണ്ട് എൻ്റെ ചൂല് വേഗം തീരും. അപ്പം പിന്നെ ഞാൻ അമ്മയാക്കി വെക്കുന്ന ഓരോ ചൂല് ഓരോ ദിവസം പോകുമ്പം എൻ്റെ തീരുമ്പോൾ എടുത്തുകൊണ്ട് വരും. പിന്നെ അമ്മയ്ക്കും ഇപ്പം അങ്ങനെ ഇങ്ങനെ ചൂലാക്കാനുള്ള ഇറുക്കിലൊന്നും കിട്ടാനില്ല. അപ്പോൾ പിന്നെ മേലഭാഗത്ത് ഞാൻ പൊതുവെ കയറലില്ല. അവിടെ കുറച്ച് സ്പേസേ ഇല്ലൂ. എങ്കിൽ പോലും കയറിയാൽ എന്തെങ്കിലും തൊട്ടുപോയാൽ പണിയേ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കയറാനേ നിൽക്കലില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മേൽഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന്. അപ്പോൾ എൻ്റെ ഗിരീഷേട്ടൻ്റെ ഏട്ടൻ്റെ മോനുണ്ട് കേട്ടോ. ഓനോ എനിക്ക് വീഡിയോയിൽ എടുത്തിരുന്നു. ഇപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ പണി എടുക്കാമെന്ന് വിചാരിച്ചു. ഓനും കൂടി ഉണ്ടല്ലോ, അപ്പം ഷിട്ടുവിനെ നോക്കാനും ഒരാളായല്ലോ. അപ്പോൾ പിന്നെ ഈ ലൈറ്റ് ഭയങ്കര ഡേഞ്ചറാട്ടോ. ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റായിരുന്നു, പക്ഷേ ഇതിപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇടി വന്നപ്പോൾ അത് പോയി. പിന്നെ ചില്ലായതുകൊണ്ട് എനിക്ക് അടിക്കുമ്പോൾ പേടിയാവും. അതിൽ പൊട്ടി താഴെ വീഴുമാറ്റി ചെയ്താൽ അത് അവിടെ നിന്ന് മാറ്റണം. പിന്നെ ഞാൻ മേലെ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ ഫുള്ളിങ്ങനെ നമ്മളിങ്ങോട്ട് വണ്ണാൻ വല എന്നാണ് കേട്ടോ പറയുന്നത്. ചുക്കിലി വല എന്ന് നമ്മളങ്ങോട്ടേക്ക് പറയും. ഈ സൈഡിലേക്ക് വണ്ണാൻ വല എന്നാണ് പറയൽ. പിന്നെ അപ്പോൾ എൻ്റെ അച്ഛനമ്മയ്ക്ക് ചെയ്യുന്നത് ചുക്കിലി വല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വല എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി. കാരണം എന്താ വെച്ചാൽ വീട് കുടിയായി പിന്നെ ഞാൻ അവിടെ പോയിട്ട് വലയൊന്നും എടുത്തിട്ടാന്ന് തോന്നുന്നത്. പിന്നെ ഞാനിപ്പോൾ വലയൊക്കെ എടുത്തു. പിന്നെ എനിക്കിവനെ നല്ല പേടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ടെറസിൻ്റെ മുകളിൽ കയറി ഇവൻ എത്തി നോക്കും താഴേക്ക്. അപ്പോൾ പിന്നെ ഇവനെയും കൊണ്ട് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഓനില്ലത് കൊണ്ട് ഞാൻ അങ്ങനത്തെ പണി എടുക്കാൻ പോയിന്ന് മാത്രം. ഒരാളില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ കുഞ്ഞായതിന് ശേഷം കേട്ടോ എനിക്കിങ്ങനെ എല്ലാം നോക്കിക്കൊണ്ടും ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഞാൻ എല്ലാം ചെയ്യാറുണ്ട്. എനിക്ക് എപ്പോഴും നല്ല വൃത്തിയായിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. പക്ഷേ
എനിക്കെല്ലാം നോക്കിയും കണ്ട് ചെയ്യാൻ പറ്റലില്ല ഇപ്പോൾ. പിന്നെ ഞാൻ വേഗം അവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ആ വലയൊക്കെ ഒന്ന് എടുത്തതിൻ്റെ പൊടിയൊക്കെ താഴെയുണ്ട്. പിന്നെ ഞാൻ വരുന്ന മഴക്കാലമൊക്കെ ആകുമ്പം തുണി ആറിയിടാനാണ് മേലെ വരുന്നത്. മറ്റിച്ചാൽ ഞാൻ മേലേക്ക് വരൽ കുറവ് തന്നെയാണ്. പിന്നെ മിഞ്ഞാന്ന് കൊപ്രയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ പോക്കും വരുവായതുകൊണ്ട് നിറച്ചും പൊടിയുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ വെച്ചു ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ഇപ്പോൾ ആളുണ്ടെങ്കിൽ നമുക്കൊരു ഉപകാരമാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് മറ്റേ മോപ്പ് എടുത്തിട്ട് തുടച്ചാൽ വൃത്തിയാവില്ല കേട്ടോ. ശരിക്കും നമ്മൾ ഈ തുണി വെച്ച് തുടയ്ക്കുന്നതിൻ്റെ അത്ര വൃത്തി നമുക്ക് ഈ മോപ്പ് വെച്ച് അടച്ചാൽ കിട്ടില്ല. പക്ഷെ നമ്മൾ റിസ്ക് ആണല്ലോ ഈ എപ്പോഴും തുണി വെച്ച് തോർത്താന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ മോപ്പ് ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ, തുണി വെച്ച് തന്നെ തോർത്തി. എന്താ വെച്ചാൽ ഈ കമ്പിയിലൊക്കെ പൊടിയാട്ടോ. ഞാൻ സാധാരണ മഴയൊക്കെ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തോർത്തി വിടുക ചെയ്യൽ. ഇനിയിപ്പോൾ പിന്നെ അത്രയും ഏതായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അത് അവിടെ ഇരിക്കുന്ന ഒരു ഊഞ്ഞാൽ മുന്നേ മേടിച്ച ഊഞ്ഞാലാട്ടോ, പുറത്തിട്ടുകൊണ്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ രണ്ടുപേരായ പിന്നെ രണ്ടുപേരും ഇതിനകത്ത് ഇരുന്നിട്ട് അടിപിടിയായി താഴെ വീഴുമെന്ന് വിചാരിച്ച് ഞാൻ മേലെ കൊണ്ടുവച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു തുണി കൊണ്ട് തന്നെ നല്ല തുടച്ചിരുന്നത്. തുണി കൊണ്ട് തുടയ്ക്കുമ്പോൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ വരികയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ എപ്പോഴും അവിടെ തോർത്താറില്ലല്ലോ. അപ്പോൾ നമ്മൾ തുണി കൊണ്ട് തോർത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ ഞാൻ ഫുള്ള് പൊടിയൊക്കെ തുടച്ചെടുത്തു കേട്ടോ. അങ്ങനെ തുടച്ചിട്ടാകുമ്പോൾ നല്ലൊരു വൃത്തി തന്നെയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്, തറങ്ങി തിളങ്ങുന്ന പോലെ തോന്നും. മോപ്പ് കൊണ്ട് തോർത്തിയാലും എനിക്ക് അത്ര ഒരു വൃത്തി തോന്നാറില്ല. പിന്നെ പറ്റുന്നില്ല മോപ്പ് കൊണ്ട് തോർത്താതെ വേറെ നിവർത്തിയില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നില്ല, സമയക്കുറവ് കൊണ്ട് പെട്ടെന്ന് നമ്മൾ മോപ്പ് കൊണ്ട് തുടച്ചെടുക്കുന്ന കേട്ടോ. പിന്നെ ആ സ്റ്റെപ്പൊക്കെ തോർത്തി ഞാൻ പിന്നെ വിചാരിച്ചു ഈ സിറ്റ് ഔട്ടിൽ ഭയങ്കര പൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ ഞാനിങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകാറുണ്ട്. കാരണം വെള്ളം പോകാൻ സ്ഥലമുള്ളതുകൊണ്ട് സിറ്റ് ഔട്ട് ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചാൽ കഴുകാറ്. ഏറ്റവും നല്ലത് തുടയ്ക്കുന്നതിനേക്കാൾ നല്ലത് വെള്ളം ഒഴിച്ച് കഴുകുന്ന കേട്ടോ. പക്ഷെ നമുക്ക് വീടിൻ്റെ ഉള്ളൊന്നും അങ്ങനെ എപ്പോഴും വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റില്ലല്ലോ, കാരണം വെള്ളം പോകാൻ സ്ഥലമില്ലല്ലോ. അപ്പോൾ പിന്നെ അത് നടക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ ഈ പുറം ഭാഗം നല്ല വൃത്തിയിൽ എന്ത് വൃത്തിയാണെന്നൊക്കെ കണ്ടോ വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുമ്പോൾ നല്ല വൃത്തിയായിട്ടോ. ഈ പൂച്ച എപ്പോഴും വന്ന് കിടക്കുന്നുണ്ട്, പൂച്ചരോമൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഒരു ബിരിയാണി കൊണ്ടുവന്നു കേട്ടോ. ഗീശേണം വരുമ്പോൾ ഒരു ബിരിയാണി കൊണ്ടു വന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ബിരിയാണി കഴിച്ചു, ഞാനും ഷിറ്റും ബിരിയാണി കഴിച്ചു. പിന്നെ ഈ പുകയില്ലാത്ത അടുപ്പ് ഞാൻ എപ്പോഴും തീ കത്തിക്കാറില്ല കേട്ടോ, വല്ലപ്പോഴും കത്തിക്കാറുള്ളൂ. ഭയങ്കര പുക ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കത്തിക്കാറില്ല. പിന്നെ നമ്മൾ ഈ തീർന്ന പൊടിയുടെ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം ചോറും കറിയൊന്നും ആക്കണ്ടില്ല, അപ്പോൾ അതിന് വേണ്ടി സമയം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള വൃത്തിയാക്കൽ പരിപാടിയൊക്കെ ഒന്ന് തീർത്ത് വെച്ചാൽ പിന്നെ നാളത്തേക്ക് കുറച്ച് സമാധാനം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്ത പാത്രങ്ങളാട്ടോ. ഈ മറ്റേ ആ പ്ലാസ്റ്റിക് അല്ല, ഈ കുപ്പി പോലത്തെ പാത്രങ്ങൾ. നല്ല 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 പാത്രങ്ങളാട്ടോ, കാണാനും നല്ല ഭംഗിയുടെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനും നല്ലതാണ്. അപ്പോൾ എനിക്ക് ദാഹിച്ചിട്ട് വയ്യ, ബിരിയാണി കഴിച്ചാൽ പിന്നെ എന്തോ വല്ലാത്ത ദാഹമാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഇവിടെ ചെറിയ തെങ്ങാട്ടോ, ആ ചെറിയ തെങ്ങിൻ്റെ അവിടെ പോയി ഞാനൊരു കരിക്ക് വെട്ടിയിട്ടു. ആ കരിക്ക് വെട്ടിയിട്ട് ഞാൻ ഈ കരിക്കും കൊണ്ട് നേരെ വന്ന് കരിക്ക് കൊത്തി കുടിക്കുക കേട്ടോ. ഷിറ്റു അപ്പോൾ ഉള്ളിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കരിക്ക് കൊത്തി കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഞാൻ അവനൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ട് ബാക്കി ഞാൻ കുടിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ദാഹമല്ലേ ഈ ബിരിയാണി കഴിച്ചാൽ. അപ്പോൾ പിന്നെ നാരങ്ങ ഉണ്ടെന്ന് നോക്കുമ്പോൾ നാരങ്ങ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ചെറുനാരങ്ങ വെച്ച് നാരങ്ങ വെള്ളമാക്കി കുടിക്കായിരുന്നു. അപ്പോൾ അതും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചത് കരിക്ക് കൊത്തി കുടിക്കാമെന്ന്. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അതിന്. പിന്നെ ഞാൻ ഭയങ്കര ചൂടുമല്ലേ, അത് കുടിച്ചപ്പോൾ ഒരു ആശ്വാസമായി. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ. എത്ര നേരത്തെ പണിയാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇത് ചെയ്താലും തീരാത്തൊരു പണിയാണ് ഇത്. എത്ര വൃത്തിയാക്കിയാലും നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കിയാൽ അത് അപ്പം അവിടെ കൊളാവും. പിന്നെ നമുക്കൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാതിരിക്കലേ ഉള്ളൂ. അത് നമുക്ക് എന്തായാലും സാധ്യമല്ലല്ലോ, എന്തായാലും ഫുഡ് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല. ഫുഡ് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി, ഉച്ചയ്ക്ക് ഉണ്ടാക്കി, അപ്പോൾ ഇതിൻ്റെയൊക്കെ വേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ആക്കാൻ കുറച്ച് പണി തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമായിട്ട് ഈ ബാത്റൂം ക്ലീനിങ്. പിന്നെ നമുക്ക് ചെയ്യാതെ നിവർത്തിയില്ലല്ലോ. പിന്നെ ഒരു 7:30 ആയപ്പോൾ നമ്മൾ കുടിയുടലിന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാണ് കുടിയുടലിൻ്റെ വീട്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പോയവിടെ നമ്മൾ പ്രസാദം കഴിച്ചു, വീടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നെയ്ച്ചോറും കോഴിക്കറിയും കച്ചമ്പറും അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.